ഹായ് ഓൾ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ബർമിങ്ങാമിൽ തന്നെ, ബർമിങ്ങാം അല്ല ആക്ച്വലി വിൻ്റർമിയർ ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള വിൻ്റർമിയർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന് തന്നെ ഏറ്റവും വലിയൊരു ലേക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ ബോട്ടിങ് അതുപോലെ ഇഷ്ടംപോലെ അധികം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞങ്ങളിവിടെ ബോട്ടിങ് ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ബോട്ടിങ് കയറില്ല. കാരണം ഇത് ഇംഗ്ലണ്ടിൽ തന്നെ എനിക്കൊന്ന് ഒരു 10 മൈൽസോളം സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു വലിയ ലേക്ക് സൈഡാണ്. അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തു, സൈറ്റൊക്കെ സീ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ നിന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ റാഫേൽ ഫൈറ്റർ ജെറ്റ്സ് അതുവഴി ഇങ്ങനെ റൗണ്ട്സ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവൻ്റെ ആ ഒരു ലേക്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അതുവഴി എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു ലേക്ക് സൈഡ്, അത് തന്നെ ഇഷ്ടം പോലെ അധികം വ്യൂ പോയിൻറ്റ്സും അതുപോലെ ഈ ആക്ടിവിറ്റീസും അതുപോലെ സീറ്റിംഗ് ഏരിയാസ്. ഇവിടെ നമുക്ക് കാണാം ബോട്ട് സെയിലിന് ഇട്ടിട്ടുണ്ട്, പുതിയ ബോട്ടുകൾ. കാരണം എനിക്ക് തോന്നുന്നു ബോട്ട് നമുക്ക് ഹയർ ചെയ്യുന്നതിന് പകരം ഒരു പാഷനായിട്ടുള്ളവർക്ക് അവിടെ നിന്ന് ബോട്ട് വാങ്ങിക്കാനും, പിന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തരത്തിലുള്ള ബുട്ടീക്ക് ഷോപ്സ്, അതുപോലെ വളരെ വെറൈറ്റി ഓഫ് കുസൈൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്സ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഇതാണ് ആക്ച്വലി ഈ ബോട്ടിങ്ങിൻ്റെ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ. അതായത് നമുക്ക് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ അവിടെ തന്നെ ബോട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഫ്രണ്ട് പറഞ്ഞത് ബോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 hour ജേണി ഉണ്ട്. പിന്നെ അതുപോലെ ചെറിയ ബോട്ട് ഹയർ ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബോട്ട് ഹയർ ചെയ്യാനും ഇഷ്ടംപോലെ അധികം പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ബോട്ട് അവിടെ അവൈലബിൾ ആണ്. ഇത് ലേക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ളൊരു ഒരു ഏരിയയാണ്. നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഒരു ഗൂസിൻ്റെ വെറൈറ്റീസ് കാണാൻ പറ്റും. ഇത് ഗൂസാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല എന്ത് ഒരു ടൈപ്പ് ഓഫ് ഗൂസ്. ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കാരണം കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഗൂസുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടംപോലെ ടൈപ്പ് പല സൈസിലുള്ള ഗൂസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയയാണ് ഡോക്കിംഗ് സ്റ്റേഷനാണ്, നമ്മുടെ ബോട്ട് കയറുന്നതും ഇറങ്ങുന്നതായിട്ടുള്ള. ഇവിടെ വലിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. കാരണം ഞങ്ങൾക്ക് ഒരു 30-40 മിനിറ്റ്സ് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം, നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചൈൽഡിൻ്റെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വൈറ്റ് ഒരു വാനുണ്ട്, അതിനകത്താണ് നമുക്ക് ഈ ക്യാഷ് പേ ചെയ്തിട്ട് നമുക്ക് ഈ റാഫേൽ ജെറ്റ്സിൻ്റെ എന്തോ ഒരു വിസിബിലിറ്റി അതിൽ നിന്ന് അതിനകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു 3D ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളതിനകത്ത് കയറിയില്ല, പക്ഷേ ഞങ്ങളവിടെ തൊട്ടടുത്ത് പോയി ഒന്ന് നോക്കിയത് എന്താണ് സംഭവം എന്നൊക്കെ. പിന്നെ വലിയൊരു ജൈൻറ്റ് വീലും അതുപോലെ കുഞ്ഞുങ്ങളുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ വിൻ്റർമിയറിലുള്ള അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ വിൽസൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിൽസൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കാണാം ഇവിടുത്തെ ബോട്ടിംഗ് ക്ലബിൻ്റെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇഷ്ടംപോലെ അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു.